ഹലോ വെൽക്കം. നമ്മൾ ഇന്ന് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന സബ്ജക്റ്റിലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന സബ്ജക്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സോഷ്യോളജി ബ്ലോക്ക് 1 എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ, അതിലെ യൂണിറ്റ് 2 ആണ് കേട്ടോ. യൂണിറ്റ് 2 ബോംബെ ആൻഡ് ലക്നൗ സ്കൂൾ ഓഫ് സോഷ്യോളജി. ഓക്കെ, ബോംബെ ആൻഡ് ലക്നൗ സ്കൂൾ ഓഫ് സോഷ്യോളജി. ഇതൊരു പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കൺസെപ്റ്റ് മനസ്സിലാക്കി പോയാൽ കുറച്ചു നേരം ഒന്ന് രണ്ടു വട്ടം ഈ ക്ലാസ് കേൾക്കുക, ഒരു വട്ടം ഒക്കെ പിന്നെ നമ്മൾ PDF ഒന്ന് വായിച്ചാൽ നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ അല്ലേ? ഇത് ആദ്യം പറയുന്നത്, നിങ്ങൾ എങ്ങനെ ഒരു ഗ്രൂപ്പിൽ അംഗമാവാം? നമ്മളെ താല്പര്യം, ചിന്താരീതി, മനോഭാവങ്ങൾ മുതലായവ സ്വാധീനിക്കുന്ന എന്തെങ്കിലും കാര്യം അല്ലെ? നമ്മളൊരു ഗ്രൂപ്പിൽ അംഗമാവണം എന്നുണ്ടെങ്കിൽ നമ്മളെ സ്വഭാവം, നമ്മളെ മനോഭാവങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഗ്രൂപ്പിൽ ചേരും. അങ്ങനെയാണ് അല്ലെ? അപ്പം പൊതുവായ സ്വഭാവങ്ങളും സമീപനങ്ങളുമുള്ള ആളുകൾ ഒത്തുചേരുമ്പോൾ അതൊരു ഗ്രൂപ്പ് രൂപീകരിക്കാനുള്ള മികച്ച സാഹചര്യം തുറക്കുകയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം 18ഉം 19ആം നൂറ്റാണ്ടുകളിലും ഇന്ത്യയിൽ ബുദ്ധിജീവികളും അക്കാദമിക് വിദഗ്ധരും ഒത്തുചേർന്നപ്പോൾ, ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് അവരുടെ പൊതു താല്പര്യങ്ങളും അഭിപ്രായങ്ങളും പങ്കുവച്ചപ്പോൾ അതൊരു സ്കൂൾ ഓഫ് തോട്ടിന് രൂപം നൽകി, സ്കൂൾ ഓഫ് ചിന്തയ്ക്ക് രൂപം നൽകി. അതായത് ഒരു കൂട്ടം ബുദ്ധിജീവികളും അതുപോലെ തന്നെ വിദഗ്ധരും ഒക്കെ ഒത്തുചേർന്നപ്പം ഇന്ത്യന്റെ സമൂഹത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം അതൊരു പുതിയ ഒരു ഗ്രൂപ്പായി മാറി. അതൊരു സ്കൂൾ ഓഫ് തോട്ട് സ്കൂൾ ഓഫ് ചിന്ത, ഒരു ചിന്തയ്ക്ക് രൂപം നൽകി. അങ്ങനെ പാശ്ചാത്യ പണ്ഡിതന്മാർ ഇന്ത്യൻ സംസ്കാരത്തെയും നാഗരികതയെയും തെറ്റായി ചിത്രീകരിക്കുന്നതിനെതിരെ വിവിധ ഇന്ത്യൻ പണ്ഡിതന്മാരുടെ പ്രതികരണമായിരുന്നു ഈ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വികാസം. ഇതിന്റെ വികാസം സൃഷ്ടിച്ചത് എന്താ വെച്ചാൽ, പാശ്ചാത്യ പണ്ഡിതന്മാരൊക്കെ ഇന്ത്യൻ സംസ്കാരത്തെയും നാഗരികതയെയും തെറ്റായി ചിത്രീകരിച്ചിരുന്നു. അതിന് എതിരെയായിരുന്നു ഈ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വികസനം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ തെറ്റായി പറയുമ്പോൾ അതെന്ത് ചെയ്തു? ഇന്ത്യൻ പണ്ഡിതന്മാർക്ക് അത് സഹിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു? അത് എന്തിന് കാരണമായി? സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വികാസത്തിന് കാരണമായി എന്ന് മനസ്സിലാക്കാം. സ്വാതന്ത്ര്യാനന്തരം സോഷ്യോളജി അതിൻ്റെതായ വ്യക്തിത്വം വികസിപ്പിച്ചെടുത്തു. MN ശ്രീനിവാസ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആസൂത്രിത വികസന പരിപാടി ആരംഭിച്ചതോടെ സാമൂഹ്യ ശാസ്ത്രം ഒരു ഗവേഷണത്തിന് തുടക്കം കുറിച്ചു കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ MN ശ്രീനിവാസിനെ അവിടെ ഒന്ന് ഓർമ്മിക്കണം. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇത്രേ ഉള്ളൂ. ഒരു ഗ്രൂപ്പിൽ അംഗമാവുക എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളെ മനോഭാവമൊക്കെ ഉണ്ടായാൽ ഉള്ള ആൾക്കാരൊപ്പമാണ് നമ്മൾ കൂടുക അല്ലെ? നമ്മളൊരു ഫ്രണ്ട്സ് എങ്ങനെയാണ്? നമ്മൾ അതേ മനോഭാവമൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മൾ ഫ്രണ്ടായി കൂട്ടുക. ഇതേ ആശയം തന്നെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ചേർന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. അങ്ങനെ 18-19ആം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ഒരു സമൂഹം അങ്ങനെ കൂടിച്ചേർന്നു. ആ കൂടിച്ചേർന്നതിന്റെ ഫലമായിട്ടാണ് സ്കൂൾ ഓഫ് ചിന്ത വഴിയൊരുങ്ങി. അങ്ങനെ ഇതിന്റെ വികാസം സൃഷ്ടിച്ചത് എന്തുമൂലമാണ്? പാശ്ചാത്യ പണ്ഡിതന്മാർ ഇന്ത്യൻ സംസ്കാരത്തെയും നാഗരികതയും തെറ്റായി ചിത്രീകരിച്ചു. അതിനെതിരെ ഇന്ത്യൻ പണ്ഡിതന്മാർ രംഗത്തിറങ്ങി എന്നുള്ളത്. അപ്പം MN ശ്രീനിവാസ് അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യന്റെ അതിൻ്റെതായ വികസിച്ചു. അതായത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ആസൂത്രിത വികസന പരിപാടി ആരംഭിച്ചതോടെ സാമൂഹ്യ ശാസ്ത്രം ഗവേഷണത്തിന്റെ തുടക്കം കുറിച്ചു. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അല്ലേ? അപ്പൊ MN ശ്രീനിവാസ് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആസൂത്രിത വികസന പരിപാടി ആരംഭിച്ചതോടെ സാമൂഹ്യ ശാസ്ത്രം ഗവേഷണത്തിന്റെ തുടക്കം കുറിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബ്രിങ് ഔട്ട് ദ ഇന്ത്യൻ ഇന്റലക്ച്വൽ ട്രഡീഷൻസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സോഷ്യോളജിക്കൽ സ്കൂൾ ഓഫ് തോട്ട്. ബ്രിങ് ഔട്ട് ദ ഇന്ത്യൻ ഇന്റലക്ച്വൽ ട്രഡീഷൻസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തോട്ട്. എന്തൊക്കെയാണ് ഇന്ത്യൻ ഇന്റലക്ച്വൽ ട്രഡീഷൻസ്? എന്തൊക്കെയാണ് സോഷ്യോളജിക്കൽ സ്കൂൾ ഓഫ് ചിന്തയ്ക്ക് ഇന്ത്യൻ ഇന്റലക്ച്വൽ പാരമ്പര്യം എന്തൊക്കെയാണ് സംഭാവന നൽകിയത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ബോംബെ സ്കൂൾ, ലക്നൗ സ്കൂൾ, മൈസൂർ സ്കൂൾ എന്നിങ്ങനെ വിവിധ പാരമ്പര്യങ്ങൾ സോഷ്യോളജിയിൽ നിലവിലുണ്ട്. അവർ ഇന്ത്യൻ സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങളുടെ ഒരു കേന്ദ്രമായി മാറി. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്ന ബോംബെ സ്കൂള്, ലക്നൗ സ്കൂള്, മൈസൂർ സ്കൂള് എന്നിങ്ങനെ ബോംബെ സ്കൂൾ ഓഫ് തോട്ട്, ലക്നൗ സ്കൂൾ ഓഫ് തോട്ട്, ഇങ്ങനെ ഇവരൊക്കെ പിന്നെ അവരെന്ത് ചെയ്തു? അവർ ഇന്ത്യയിൽ സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങളുടെ ഒരു കേന്ദ്രമായി മാറി. അങ്ങനെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, സോഷ്യോളജിയുടെ രൂപീകരണ കാലഘട്ടത്തിൽ ഈ വകുപ്പുകൾ പയനിയറിംഗ് പണ്ഡിതന്മാർക്ക് ആതിഥേയത്വം വഹിച്ചു. അതായത് പയനിയറിംഗ് പണ്ഡിതന്മാരെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ വകുപ്പുകളെ. അതായത് ഈ ബോംബെ സ്കൂള്, ലക്നൗ സ്കൂള്, അതുപോലെ തന്നെ മൈസൂർ സ്കൂളൊക്കെ എന്തുണ്ടാക്കി? പണ്ഡിതന്മാരുണ്ടാക്കി. അവരുടെ അതുല്യമായ സംഭാവനകൾ സോഷ്യോളജിയെ ഇന്ത്യയിലും ലോകമെമ്പാടും പ്രശസ്തമാക്കി. അപ്പം അവരുടെ സംഭാവനകൾ എന്ത് ചെയ്തു? സോഷ്യോളജിയെ ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്താകമാനം എന്ത് ചെയ്തു? പ്രശസ്തമാക്കി മാറ്റി. അപ്പം മനസ്സിലായി. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ പോയിന്റ്, ഡിപ്പാർട്ട്മെന്റുകളിൽ പരിശീലനം നേടിയ പണ്ഡിതന്മാർ രാജ്യത്ത് ഉടനീളമുള്ള വിവിധ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചു. അപ്പം ഇതിന് പരിശീലനം കിട്ടിയിട്ടുള്ള ആൾക്കാർ ഈ ബോംബെ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ മൈസൂർ സ്കൂളിൽ നിന്നൊക്കെ പരിശീലനം കിട്ടിയിട്ടുള്ള ആൾക്കാർ രാജ്യത്ത് ഉടനീളമുള്ള വിവിധ സോഷ്യോളജി